എല്ലാവർക്കും നമസ്കാരം. മലയാള സാഹിത്യം പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്ക് കവിതയിലെ എനിക്ക് മരണമില്ല എന്ന് പറയുന്ന വയലാർ രാമവർമ്മയുടെ ഒരു കവിതയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞ് തൻ്റെ കാവ്യജീവിത തത്വശാസ്ത്രം ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ വയലാർ രാമവർമ്മയെ കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. വയലാർ എന്ന കവിയേക്കാൾ ഉപരി വയലാർ എന്ന പാട്ടെഴുത്തുകാരൻ നമ്മൾക്കെല്ലാം അറിയാം. ചന്ദ്രകളവം ചാർത്തിയുറങ്ങുന്ന തീരത്ത് ഇനിയൊരു ജന്മം കൂടി ഇനി തരുമോ എന്ന് ചോദിക്കുന്ന കവി പാട്ടുകാരനെ നമുക്ക് അറിയാത്തതില്ല. മലയാളിയുടെ നിത്യപരിചിതമായ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കേൾക്കുന്ന പാട്ടുകളിലൊന്ന് വയലാറിൻ്റെതായിരിക്കും. തൂലിക പടവാളാക്കിയ കവിയെന്ന് കാവ്യാസ്വാദകരും നിരൂപകന്മാരും വിശേഷിപ്പിച്ച വിപ്ലവത്തിൻ്റെ കവി കൂടിയാണ് വയലാർ എന്ന് പറയുന്നത്. മലയാളത്തിലെ വിപ്ലവത്തിൻ്റെ കവികൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരാണുള്ളത്. ONV കുറുപ്പ്, P ഭാസ്കരൻ, വയലാർ എന്നിവരാണ്. അപ്പോൾ കാൽപ്പനികതയിലൂടെ ഇടയ്ക്കിടെ സഞ്ചരിച്ചെങ്കിലും മനുഷ്യ കഥാനുഗായികളുടെ പാട്ടുകാരനാണ് വയലാർ എന്ന് പറയാൻ പറ്റും. കവിതയിലായാലും ചലച്ചിത്ര ഗാനങ്ങളായാലും മനുഷ്യാവസ്ഥകളെക്കുറിച്ച്, മനുഷ്യൻ്റെ കർമ്മശേഷിയെക്കുറിച്ച്, അവൻ്റെ ദുരിതത്തെക്കുറിച്ച് ഈശ്വരനോട് പോലും ചോദിക്കുന്ന അടിമയായ ഭാരത പൗരനോട് ഉണരാൻ ആഹ്വാനം ചെയ്യുന്ന, അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക സ്നേഹമെന്ന് ചോദിച്ച അതൊക്കെ അപ്പച്ചൻ്റെ ഒരു തമാശയില്ലേ എന്ന് എഴുതി മലയാളി ചിരിപ്പിച്ച അതേ വയലാർ തന്നെയാണ് താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിത എഴുതുന്നത്. അപ്പോൾ താടക എന്ന രാമായണത്തിലെ ഒരു അസുര കഥാപാത്രത്തെ ഒരു ദ്രാവിഡ രാജകുമാരിയാക്കി വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ പുൽകിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയായ താടകയെ കാണിച്ചിരുന്നുണ്ട്. ശ്രീരാമദേവനോട് ഇഷ്ടം തോന്നുന്ന ആ താടകയെ വില്ലു തൊടുക്കൂ ശരം കുലയ്ക്കൂ രാമ കൊല്ലൂ നിശാചരി താടകയാണ് അവളെന്ന് പറഞ്ഞ് മഹർഷിമാർ ശ്രീരാമനോട് കൊല്ലാൻ പറയുകയും വധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കവിത അവസാനിക്കുന്നത് നിങ്ങൾ എത്രത്തോളം പുകമറ കൊണ്ട്, നിങ്ങൾ എത്രത്തോളം യാഗം ചെയ്ത്, ആയിരത്തിലധികം യാഗം ചെയ്ത് നിങ്ങൾ എത്രത്തോളം പുകമറ കൊണ്ട്, ആ യാഗത്തിൻ്റെ പുകമറ കൊണ്ട് സത്യത്തെ മറച്ചാലും ഒരു നാൾ എൻ്റെ പിൻതലമുറക്കാർ ആ സത്യത്തെ, ആ പുകമറ നീക്കി ആ സത്യത്തെ മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും പീഡിതരായ മനുഷ്യർക്കൊപ്പം അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ കർമ്മശേഷിയെ ഉയർത്തിപ്പിടിച്ച ഒരു കവിയാണ് വയലാർ എന്ന് പറയുന്നത്. ചരിത്രത്തെയും പുരാണബോധത്തെയും പൊളിച്ചു കളയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഒരു കവി എന്നതിലുപരി നമ്മൾക്ക് വയലാറിനെ പരിചയം ഒരു സിനിമ ഗാനരചയിതാവ് എന്ന നിലയിലായിരിക്കും. പച്ചയായ മനുഷ്യൻ്റെ സുഖവും ദുഃഖവും ഒപ്പിയെടുത്ത 1000-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ കവിതയെ സമൂഹത്തെ പരിവർത്തനപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ട് കണ്ട ഒരു കവി കൂടിയാണ്. സംസ്കൃത ഭാഷയും സാഹിത്യവും നിറഞ്ഞു നിന്ന ഒരു ഗൃഹാന്തരീക്ഷത്തിൽ പിറന്നു വീണ വയലാർ ആ ഒരു കാവ്യ സംസ്കാരത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സന്തതിയായ ശാസ്ത്രബോധവുമായിട്ട് കൂട്ടിയിണക്കി. മനുഷ്യൻ്റെ സർഗവൈഭവത്തിലും കഴിവിലും അപാരമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്ന കവി. നമ്മൾ വള്ളത്തോളിനെ കുറിച്ച്, വൈലോപ്പിള്ളിയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ അപാരമായ കർമ്മശേഷിയിൽ വിശ്വസിച്ചിരുന്ന കവിയായിരുന്നു വൈലോപ്പിള്ളി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മർത്യവീരമേ അർദ്രയെ വെല്ലു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സന്തതിയായ ശാസ്ത്രബോധവുമായിട്ട് കാവ്യ സംസ്കാരത്തെ കൂട്ടിയിണക്കി മനുഷ്യൻ്റെ സർഗവൈഭവത്തിലും കഴിവിലും അപാരമായിട്ട് വിശ്വസിച്ച വയലാർ വിശ്വവിജയത്തിനായി തൻ്റെ കുതിരയെ വിട്ടയക്കുന്ന കവി ഗോളങ്ങളെ എടുത്ത് അമ്മാനമാടുന്ന വിദ്യുലക്തികൾ കൊളുത്തുകയും കെടുത്തുകയും ചെയ്യുന്ന വിശ്വമാനവനെ സ്വപ്നം കാണുന്നു. അപ്പം അദ്ദേഹം തൻ്റെ പടക്കുതിരയെ അഴിച്ചു വിടുകയാണ്.
ഈ പടക്കുതിര എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സർഗശേഷിയുടെ പ്രതീകമാണ്. അത് ഈ ഭൂമിയെയും മറികടന്ന് അന്യഗ്രഹങ്ങളിലേക്ക് അന്യഗോളങ്ങളിലേക്ക് കടന്നുപോയി അവിടെയും ഈ പറയുന്ന വെന്നിക്കൊടി കാണിക്കുന്നുണ്ട് അശ്വമേധം പോലുള്ള കവിതകളിൽ. വാക്കുകൾ കൊണ്ടുള്ള നൃത്തമാണ് പലപ്പോഴും വയലാറിൻ്റെ കവിതകളെന്ന് കാണാൻ പറ്റും. 1956 കൂടപ്പുറപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയിട്ടാണ് അദ്ദേഹം തൻ്റെ സിനിമയിലെ ഗാനങ്ങൾ എഴുതുന്ന ഒരു ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ അത് ഓർത്തു നോക്കുക. കൂടപ്പുറപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഗാനം വയലാർ എഴുതിയത്. ഏകദേശം 1300 ഗാനങ്ങൾ 250 സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം എഴുതി. 25 നാടകങ്ങളിലായിട്ട് 150 നാടക ഗാനങ്ങൾ എഴുതി. ദേവരാജ മാസ്റ്ററുമായിട്ട് അദ്ദേഹം സൃഷ്ടിച്ചൊരു കൂട്ടുകെട്ട് വലിയ റെക്കോർഡാണ് മലയാള സിനിമ സാഹിത്യ ലോകത്ത് അല്ലെങ്കിൽ ഗാനലോകത്ത് സൃഷ്ടിച്ചെന്ന് കാണാൻ പറ്റും. 1961 സർഗസംഗീതത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1974 നെല്ല്, അതിഥി എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ്ണ പതക്കമൊക്കെ നേടിയ കവിയാണ്. ഇപ്പം കവി, ഗാനരചയിതാവ്, ഗദ്യകാരൻ, പ്രഭാഷകൻ എന്നീ 4 തലത്തിൽ വ്യാപരിച്ചിരുന്ന സർഗവൈഭവത്തിൻ്റെ ഉടമയായിരുന്നു വയലാറെന്ന് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയുടെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഭാരതീയ പാരമ്പര്യവും ആധുനിക വിപ്ലവ ചിന്തയും സമഞ്ജസമായിട്ട് സമ്മേളിച്ചിരുന്ന ആ കവിതകൾ ജനകീയവും അനശ്വരവുമായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഈ സംസ്കൃത വിദ്യാഭ്യാസമൊക്കെ നേടിയെന്ന് പറയുമ്പോഴും അത് ഈ പറഞ്ഞ ഭാരതീയ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിനെ ഉയർത്തിപ്പിടിച്ച ഒരാളായിരുന്നു. അതേ സമയത്ത് ആധുനികമായ വിപ്ലവ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ കവിതകളെ അതേപോലെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. 1930-ലുണ്ടായിരുന്ന 1930-കളിലും 40-കളിലും ഉണ്ടായിരുന്ന ലോഹമഹായുധങ്ങൾ, ആ ലോഹമഹായുധങ്ങൾ ഉണ്ടാക്കിയ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ സാമൂഹിക ദുരവസ്ഥകൾ ഉണർത്തിവിട്ടൊരു ദേശീയ ബോധം, പുരോഗമന ചിന്തകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവയെല്ലാം തന്നെ യുവജനങ്ങളെ ദുരാചാരങ്ങൾക്കെതിരെ പോരാടാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും പ്രേരിപ്പിച്ചു. കാൽപ്പനികതയുടെ അംശങ്ങൾ നിലനിർത്തിക്കൊണ്ട് റൊമാൻറ്റിസം കലർത്തി ലിറിക്കൽ രചനകൾ അങ്ങനെ ധാരാളമായിട്ട് സാഹിത്യ ലോകത്തുണ്ടായി. പി ഭാസ്കരൻ്റെ കവിതകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ONVയുടെ കവിതകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ വള്ളത്തോളിന് തുടർന്ന് വരുന്ന വൈലോപ്പിള്ളിയുടെ എല്ലാ കവിതകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാലഘട്ടത്തെ എഴുത്തുകാരെ കവിതകൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മൂർധന്യ ദശയിലാണ് വയലാർ കവിതകൾ രചിച്ചു തുടങ്ങുന്നുള്ളത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടും മുൻപും പിൻപുമായിട്ട് എഴുതിയ കവിതകൾ ചേർത്തിട്ടാണ് ആദ്യ കവിതാ സമാഹാരമായിട്ടുള്ള പാദമുദ്രകൾ ഇറങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പും പിൻപുമായിട്ടുള്ള കവിതകൾ 1947 മുമ്പും അത് 1947 ശേഷമുള്ള അദ്ദേഹം എഴുതിയ കവിതകൾ വെച്ച് ചേർത്തിട്ടാണ് ആദ്യ കവിതാ സമാഹാരമായിട്ടുള്ള പാദമുദ്രകൾ ഇറക്കിയത്. അപ്പോൾ ശുദ്ധമായ കവിതയുടെ മേഖലയിൽ നിന്ന് സിനിമാ ലോകത്തെ കൃത്രിമത്വങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്കും കടന്നു ചെന്നപ്പോൾ ഈ വയലാറിൻ്റെ സർഗ ചൈതന്യവും വിപ്ലവ വീര്യവും ചോർന്നുപോയി എന്നൊരു വിമർശനം പൊതുവെ പറയാറുണ്ടെങ്കിലും, തുടരുക സഹാക്കളെ, കാലിൽ കിലുങ്ങുന്ന തുടലുകൾ നോക്കുക, നിങ്ങൾ തുടരുക ഈ മോചന യുദ്ധം, ഇങ്ങനെ കവിതയിൽ ആഹ്വാനം ചെയ്യുന്ന കവി എവിടെയായാലും തൻ്റെ പക്ഷം ഏതാണെന്ന് വ്യക്തമാക്കുന്നതിൽ കാണാം. അപ്പോൾ ഈ കവിതയുടെ ശുദ്ധമായ കവിതയുടെ മേഖലയിൽ നിന്ന് സിനിമയുടെ കൃത്രിമത്വത്തിലേക്ക് എത്തുമ്പോൾ കവിയിൽ ഉള്ളിലുള്ള വിപ്ലവ വീര്യം അല്ലെങ്കിൽ സർഗ ചൈതന്യം ചോർന്നുപോയി എന്നുള്ള വിമർശനത്തിനുള്ള മറുപടിയാണിത്. എവിടെ ആയിക്കഴിഞ്ഞാലും തൻ്റെ പക്ഷം ആർക്കൊപ്പമാണ്? ഈ പറയുന്ന സാധാരണക്കാർക്കൊപ്പമാണ്, ഈ പറയുന്ന വെല്ലുവിളികൾ നേരിടുന്നവർക്കൊപ്പമാണെന്ന് നിസ്സംശയം പറഞ്ഞ കവിയാണ്. അപ്പം ഇങ്ങനെ കവിതയിൽ ആഹ്വാനം ചെയ്യുന്ന കവി എവിടെയായാലും തൻ്റെ പക്ഷം സാധാരണ മനുഷ്യർക്കൊപ്പമാണ്, തൊഴിലാളികൾക്കൊപ്പമാണ്, സമൂഹത്തിൽ നിന്ന് അവഗണന നേരിടുന്നവർക്കൊപ്പമാണെന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞു കാണാം. ഇപ്പം കവികളെ നമ്മൾ സാധാരണ ഋഷി എന്ന് പറയാറുണ്ട്. കവി എന്ന് പറയുന്നത് ഋഷികളാണ്, അല്ലെങ്കിൽ ക്രാന്തദർശികളാണ്, അല്ലെങ്കിൽ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നവരാണ് കവികളെന്ന് പറയും. അവർ മനുഷ്യ കഥാനുയായികളായി മാറിത്തീരുന്നതാണ് ഒരു സർഗാത്മക ചൈതന്യത്തിൻ്റെ കാമ്പും കാതലും എന്ന് പറയുന്നത്. അപൂർവമായിട്ട് മാത്രമേ അത്തരം കാവ്യചേതസ്സുകൾ മാനവഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളൂ. മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ടായിട്ടുണ്ട്, ഒരുപാട് സിനിമാ പാട്ടുകാരെ എഴുതിയിട്ടുണ്ട്.
പക്ഷെ വയലാർ എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ചിരപ്രതിഷ്ഠ നേടിയ ഒരു എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ കവിയാണ്. അല്ലെ, വയലാറിൻ്റെ ഗാനങ്ങളുടെ ഈരടികൾ ശീലുകളും കേൾക്കാത്ത മലയാളി ഒരു ദിവസം വരും. നമ്മളിപ്പോൾ റീൽസിൽ കാണുന്ന, അല്ലേ, നമ്മൾ പറയും, ചില ആൾക്കാർ ഞങ്ങൾ വയലാറിനെ കേൾക്കാറില്ല എന്ന് പറയും. റീൽസിലുള്ള ചില പാട്ടുകൾ വയലാർ എഴുതിയായിരിക്കാം. അപ്പോൾ ഈ പറയുന്ന വയലാറും ONV-യും P. ഭാസ്കരനും മനുഷ്യ മനസ്സിനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് PT തോമസ് മരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മരണം കൊണ്ടുപോകുമ്പോൾ, എൻ്റെ ശരീരം കൊണ്ടുപോകുമ്പോൾ അവിടെ ചന്ദ്ര കളവൻ ചാർത്തി ഉറങ്ങും തീരമെന്ന് പറയുന്ന ആ മനോഹരമായ ഗാനം വെക്കണമെന്ന്. അപ്പം തൻ്റെ കവിതയിലൂടെ വയലാർ മനുഷ്യ മനസ്സിനെ പിടിച്ചിരുത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ എല്ലാ തലങ്ങളിലേക്കും നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ദാർശനിക തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് രചിച്ചിട്ടുള്ള കവിതകൾ നോക്കിക്കഴിഞ്ഞാൽ അവ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന് ഒരു പുതിയ ദർശനം പ്രദാനം ചെയ്യുന്നുണ്ട്. തൻ്റെ ഈശ്വര പക്ഷാതലത്തിൽ ജാതി ചിന്തകൾ ഭൂമിയെ ഒരു ഭ്രാന്താലയമാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം മടിച്ചിട്ടില്ല. അപ്പോൾ ജാതിക്കും മതത്തിനൊക്കെ എതിരായിട്ട് അവ ഭൂമിയെ എങ്ങനെയാണ് ഭ്രാന്താലയമാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ലേ, മതങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രൂപശില്പത്തിൻ്റെ ലക്ഷ്യം എപ്പോഴും രൂപശില്പമല്ല. അതിൻ്റെ തികവ് നാം നിർണ്ണയിക്കുന്നത് ആവിഷ്കൃത രചനകളിലാണ്. നമ്മൾ അതിൻ്റെ ആവിഷ്കൃത ദർശനത്തിന് പരമാവധി ദീപ്തി നൽകുന്നതിനുള്ള കഴിവിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ തികവ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ വയലാർ രാമവർമ്മയുടെ കവിതകൾക്ക് എപ്പോഴും ദീപശിഖയുടെ സ്വഭാവം അരുളുന്നത് ഈ ഒരു ദർശന ദീപ്തിയാണ്. ശുഭപ്രതീക്ഷ നിർഭരമായ ഒരു ദർശനമാണിത്. വയലാറിൻ്റെ വീരേതിഹാസത്തിൻ്റെ സന്താനം എന്ന നിലയ്ക്ക് കവി രചിച്ച എല്ലാ കവിതകളും വായനക്കാരിൽ ഒരു നിക്ഷേധാർഢ്യം, ശുഭപ്രതീക്ഷയും പകരുന്നുണ്ട്. അത് മയങ്ങാനല്ല, ഉണർന്നുത്തേജിതരാകാൻ വേണ്ടിയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നുള്ളത്. ആ കവിതകൾ കേട്ടുകൊണ്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടല്ല, ഉണർന്നുത്തേജിതരായി നമ്മൾ പോരാടുന്നതിന് വേണ്ടിയിട്ടാണ് ആ കവിതകൾ പ്രേരിപ്പിക്കുന്നത്. ചരിത്രത്തോട് ഉള്ള കടമകൾ ഒരുക്കാനാണ് ആ കവിതകൾ ആഹ്വാനം ചെയ്യുന്നത്. കഴിഞ്ഞതൊന്നും മറക്കാൻ വേണ്ടിയല്ല, ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ കവിതകൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുള്ളത്. MK സാനു, ഇന്നലെ 2 ദിവസം മുമ്പ് മരിച്ച MK സാനു മാഷ് പറയുന്നത്, വയലാർ രാമവർമ്മയുടെ കവിതകൾ വായിച്ചു പാകപ്പെടാത്ത മനസ്സുകൾ തങ്ങളുടെ ആദർശ സ്വപ്നങ്ങൾക്ക് അനുസരണമായി ഈ ലോകത്തെ ഉടച്ചു വാർക്കാനുള്ള വെമ്പലിനാൽ ധന്യമാകുക തന്നെ ചെയ്യുമെന്നാണ്. വയലാർ രാമവർമ്മയുടെ കവിതകൾ വായിച്ച് പാകപ്പെടുന്ന മനസ്സുകൾ, അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ പോയി പാകപ്പെട്ട മനസ്സുകൾ ഓരോരുത്തരും അവരുടെ ആദർശ സ്വപ്നങ്ങൾക്ക് അനുസരണമായിട്ട് ഈ ലോകത്തെ തന്നെ മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വെമ്പലിൽ അവരുടെ മനസ്സുകളെ ധന്യമാക്കുക തന്നെ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തെ മാറ്റിമറിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച ഒരു കവി കൂടിയാണ് വയലാർ എന്ന് പറയുന്നത്. വാചാലമായ കവിതകളുടെ കവിയായിരുന്നു അദ്ദേഹം എന്ന് പറയാം. ആ കവിതകൾ നമ്മളോട് നിരന്തരം സംസാരിക്കുന്നുണ്ട്. വയലാറിൻ്റെ കവിതകൾ കേവലം പ്രത്യക്ഷമായൊരു അർത്ഥതലത്തിൽ മാത്രം നിൽക്കാതെ അത് നമ്മൾ നിരന്തരം ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമായിട്ടുള്ള പാദമുദ്രകളിൽ ഗാന്ധിസത്തിൻ്റെ സ്വാധീനം തെളിഞ്ഞു കാണാമെങ്കിലും പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തനായിട്ടുള്ള ഒരു ആവിഷ്കർത്താവായിട്ട് അല്ലെങ്കിൽ ഒരു വക്താവായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു മാറ്റം, ഈ ഗാന്ധിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്കുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങളിലേക്കുള്ള ഒരു മാറ്റം പിന്നീട് വന്ന എല്ലാ സമാഹാരങ്ങളും പ്രകടമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇസങ്ങളിൽ അഭിരമിക്കുമ്പോഴും, ഇസങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ റൊമാൻറ്റിസം അല്ലെങ്കിൽ റിയലിസം, ഇത്തരം ഇസങ്ങളിൽ അഭിരമിക്കുമ്പോഴും ആർഷ സംസ്കാരത്തിന് സമൃദ്ധിയിൽ അഭിമാനിക്കുന്ന ഒരു കവിയാണ് നാം എല്ലായിടത്തും കാണുന്നത്. അദ്ദേഹം ഒരു ആർഷഭാരത സംസ്കാരത്തെ തള്ളിക്കളഞ്ഞൊരു കവിയായിരുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന ഇസങ്ങളിൽ, കാൽപ്പനികമായ ഇസങ്ങളിലും നവോത്ഥാനത്തിലും റിയലിസത്തിലൊക്കെ ഊന്നി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആധുനികതയിലേക്ക് എത്തുമ്പോഴും അദ്ദേഹം വളർന്നു വന്ന ഒരു ആർഷ സംസ്കാരത്തിൻ്റെ സമൃദ്ധിയിൽ അദ്ദേഹം അഭിമാനിക്കുന്നുണ്ട്, അങ്ങനെ തള്ളിപ്പറയുന്നില്ല. അപ്പം നാം എല്ലായിടത്തും അത്തരമൊരു കവിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ബിംബകൽപ്പനകളിലാണ് വയലാറിൻ്റെ ഈ പൗരാണികാഭിമുഖ്യം തെളിഞ്ഞു കാണുന്നത്. അദ്ദേഹം ബിംബങ്ങൾ, കവിതയിൽ ബിംബങ്ങൾ കൊണ്ടുവരുന്നു, ബിംബങ്ങളിലാണ് ആവിഷ്കൃതമാക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറയുന്ന താടക എന്ന ദ്രാവിഡ രാജകുമാരിയൊക്കെ, അതായത് ശ്രീരാമനൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ബിംബമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്തരത്തിൽ മലയാള കവിതാ ലോകത്ത് അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്ത് ചങ്ങമ്പുഴയ്ക്ക്, സിനിമാ ലോകത്ത് ചങ്ങമ്പുഴ എഴുതിയിട്ടില്ല എങ്കിലും മലയാള ഗാന ലോകത്ത് ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഏറ്റവും ജനകീയനായിട്ട് മാറിയ കവിയാണ് വയലാർ എന്ന് പറയുന്നത്. എല്ലാ തലമുറയെയും അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് മരണമില്ല എന്ന കവിത വയലാറിൻ്റെ ജീവിതം തന്നെയാണ്. നമുക്ക് പഠിക്കാനുള്ള എനിക്ക് മരണമില്ല എന്ന് പറയുന്ന കവിത അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. അല്ലെ, വയലാർ മരിച്ചിട്ട് 40-ലേറെ വർഷങ്ങളായിട്ട് ഇന്നും അദ്ദേഹത്തിൻ്റെ വരികൾ കേൾക്കാത്ത ഒരു ദിവസവും കടന്നു പോകുന്നില്ല. ചരിത്രത്തിലും വർത്തമാനത്തിലും അനശ്വരനായി നിലകൊള്ളുന്ന കവിയുടെ എനിക്ക് മരണമില്ല എന്ന കവിതയുടെ വ്യംഗ്യം അത് തന്നെയാണ്. അതിൻ്റെ വ്യംഗ്യമായ അർത്ഥം തന്നെയാണ്. മനുഷ്യനെന്താണ്, അജയനും ലോകത്തെ നിയന്ത്രിക്കുന്നവനാണെന്നുള്ള ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു ആശയമാണ് ആ കവിത മുന്നോട്ട് വെക്കുന്നുള്ളത്. മനുഷ്യൻ്റെ ശേഷിയുടെ ശേഷിയെക്കുറിച്ച് പറയാനാണ് ആ കവിത ഉപയോഗിക്കുന്നത്. നരൻ അശുദ്ധിയായിരുന്ന ഭ്രാന്താലയമെന്ന, അല്ലേ, ഒരു മനുഷ്യൻ തന്നെ അശുദ്ധിയായിരുന്ന സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച കേരളത്തിൻ്റെ ദുരവസ്ഥയെ നാനാജാതി മതസ്ഥർക്കും നാഗം അഥവാ സ്വർഗമാക്കി തീർക്കുന്ന ഒന്നാക്കി മാറ്റിയതിൽ വയലാറിന് വലിയ പങ്കുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് ശാസ്ത്ര, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിൽ വയലാറിൻ്റെ ഗാനങ്ങളും കവിതകളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. വയലാറിൻ്റെ ഗാനങ്ങൾ, നാടക ഗാനങ്ങളായിക്കോട്ടെ, സിനിമയ്ക്ക് എഴുതിയ ഗാനങ്ങളായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ കവിതകളായിക്കോട്ടെ, ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടുള്ള എല്ലാതരം വെല്ലുവിളികളെയും അതിജീവിക്കാൻ സഹായിക്കുന്ന രീതിയിലേക്കുള്ളതായിരുന്നു. മനുഷ്യൻ എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ച കവിയാണ് വയലാർ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം അത്തരത്തിൽ ധാരാളമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കവിതകൾ നോക്കുകയാണെങ്കിൽ സമാഹാരങ്ങൾ, അത് പേര് ഓർമ്മ വേണം: കൊന്തയും പൂണൂലും, നാടിൻ്റെ നാദം, എനിക്ക് മരണമില്ല, മുളങ്കാട്, ഒരു ജൂഡാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റൊലി കവിതകൾ. ആയിഷ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യമാണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കണം പ്രത്യേകം. സർഗസംഗീതം, അതുപോലെ രക്തം പുലർന്ന മണ്ണ്, വെട്ടും തിരുത്ത് എന്നിവ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ്. രക്തം കലർന്ന മണ്ണും വെട്ടും തിരുത്ത് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ്. പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാവിവരണ ഗ്രന്ഥം ശ്രദ്ധേയമാണ്, അതും ഓർത്തു വെക്കുക. പുരുഷാന്തരങ്ങളിലൂടെ എന്ന പേരിൽ ഒരു യാത്രാവിവരണ ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അനശ്വരനാക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങൾ തന്നെയാണ്. നിങ്ങൾ കവിതയിലേക്ക് കടക്കുന്ന സമയത്ത് എനിക്ക് മരണമില്ല എന്ന കവിതയിൽ വയലാർ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെയും മനുഷ്യൻ്റെ വീരചരിത്രത്തെയും മുറുക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ അഭിരമിക്കുന്ന കവിയെ നമുക്ക് കവിതയിൽ കാണാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ അതിരുകടന്ന പ്രഖ്യാപനമായിട്ട് കവിത മാറുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് മനുഷ്യനെ സ്ഥാപിക്കുന്ന ഒരു കവിതയാണ് എനിക്ക് മരണമില്ല എന്ന് പറയുന്നത്. ഹ്യൂമനിസമാണ് കവിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു വീക്ഷണം കവിതയിൽ. സൗരയൂഥത്തിൻ്റെ നാഥനായ സൂര്യനെക്കുറിച്ച്, മനുഷ്യനെ എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ചക്രവാളത്തെക്കുറിച്ചും സർവോപരി കുറിച്ചും തന്നെയാണ് കവി ഈ കവിതയിലൂടെ നമ്മൾ സമ്മതിക്കുന്നുള്ളത്. കാൽപ്പനികതയുടെ അവസാന ഘട്ടത്തിലാണ് കവി ഈ കവിത എഴുതുന്നുള്ളത്. കാൽപ്പനികതയുടെ അവസാന ഘട്ടത്തിൽ കാൽപ്പനികതയിൽ നിന്ന് നവോത്ഥാന ചിന്തകളും ആധുനികതയ്ക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. കേരളത്തിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിപ്ലവ വീര്യം ഉൾക്കൊള്ളുന്ന കവിതകൾ പിറക്കാൻ തുടങ്ങി, നാടകങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി, കൃതികൾ ഉണ്ടാവാൻ തുടങ്ങി, സമരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യൻ്റെ വീരചരിതവും ശാസ്ത്രത്തോടുള്ള മനുഷ്യൻ്റെ ആഭിമുഖ്യവും വിപ്ലവ ഗീതങ്ങളും ആധുനിക മനുഷ്യനെ കുറിച്ചും ആധുനിക മനുഷ്യനിൽ കേന്ദ്രിതമായിട്ടുള്ള പ്രപഞ്ച വീക്ഷണവും ശാസ്ത്ര സാങ്കേതികതയുടെ വളർച്ച എങ്ങനെയാണ് മാനവരാശിയുടെ പുരോഗതിയെ സഹായിച്ചതെന്നും അതിലെല്ലാം ഒരു മനുഷ്യൻ്റെ അജയ്യത എന്തിനേയും മറികടക്കാനുള്ള, പ്രകൃതിയെ തന്നെ മറികടക്കാനുള്ള മനുഷ്യൻ്റെ കർമ്മശേഷിയെയും പുകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടും ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കവിത മുന്നോട്ട് വരുന്നത്.
ഈ കവിതത്തെ ആദ്യ വരികൾ കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കാണും അതുവരെയുള്ള വരികളിൽ എന്താണ് പറയുന്നത്? കുതിരപ്പുറത്ത് ചാട്ടവാറുമേന്തി ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിലേന്തിയ ചാട്ടവാറ് കുതിരയുടെ വേഗത്തിലും താളത്തിനും ഒത്ത് തുള്ളിത്തുള്ളി ഇളകുമ്പോൾ കുതിരക്കുളമ്പടിയുടെ ശക്തിയിൽ ഈ ലോകമാകെയും നടുങ്ങുമ്പോൾ നീലാകാശത്തെ നക്ഷത്രമേ നിന്റെ വിളറിയ മുഖമൊന്ന് ഞാൻ കാണട്ടെ എന്നാണ് കവി പറയുന്നത്. അതാണ് കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറി തുള്ളി ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നതു നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടഘടാഹങ്ങൾ നീലാകാശ മണ്ഡലത്തിലെ ശുഷ്ക താരകേ വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ നിന്റെ നാട്ടിലെ നീലത്തുളസിക്കൊടിത്തോപ്പിൽ നിന്നു നീ നുള്ളിക്കൂട്ടും പിഞ്ചുവെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും കാനിൽ ചെങ്കനൽ ചൂളയ്ക്കുള്ളിൽ നീറ്റിയ ചുണ്ണാമ്പുമായി അമ്പിളിത്താമ്പളം നീട്ടിക്കൊണ്ടൊരു വെള്ളിത്തുമ്പിയെപ്പോലെ നിന്നു മാനത്തു നൃത്തം വയ്ക്കേ സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ടു പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പും കാലമാണ് ആ വിശ്രമം പായുമെന്നശും സ്നേഹജ്വാലയാണെന്നിൻ കാണും ചൈതന്യം സനാതനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കുതിരപ്പുറത്ത് ചാട്ടവാറ് വേണ്ടിയിട്ട് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കവി തന്നെയാണ് പാഞ്ഞു പോകുമ്പോൾ കയ്യിലേന്തുന്ന ചാട്ടവാറ്, അത് കുതിരയെ തല്ലാനുള്ള ചാട്ടവാറ് കുതിരയുടെ വേഗത്തിനും താളത്തിനും മൊത്തം തുള്ളി ഇളകുമ്പോൾ കുതിരയുടെ കുളമ്പടിയുടെ ശക്തിയിൽ ഈ ലോകമൊക്കെ നടുങ്ങുന്ന സമയത്ത് നീലാകാശത്തുള്ള നക്ഷത്രത്തോടാണ് പറയുന്നത്. അതായത് മനുഷ്യൻ ഭൂമിയെയും മറികടന്ന് ആകാശത്തിലേക്ക് പോവുകയാണ്. മനുഷ്യൻ്റെ കർമ്മശേഷി കുതിരപ്പുറത്ത് ഈ പണ്ട് അശ്വമേധം എന്നൊരു സാധനമുണ്ട്. അതായത് അശ്വത്തെ കുതിരയെ അഴിച്ചു വിടും. അങ്ങനെ ആ കുതിരയുടെ പിറകിൽ രാജാക്കന്മാർ പോകും. അങ്ങനെ ആ കുതിര പോകുന്ന സ്ഥലത്തുള്ള എല്ലാ രാജ്യത്തെയും രാജാക്കന്മാരാ കീഴടക്കിയിട്ട് വരും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഭൂമിയെയും മറികടന്ന് നക്ഷത്രങ്ങളിലേക്കാണ് ആര് പോകുന്നത്? കുതിര പോകുന്നത്. ഈ പറയുന്ന കുതിരപ്പുറത്ത് ആരുണ്ട്? ചാട്ടവാറുമേന്ദ്ര കവിയുണ്ട്, അല്ലെങ്കിൽ മനുഷ്യനുണ്ട്. അപ്പോൾ ഈ കുളമ്പടിയുടെ ശക്തിയിൽ ലോകമാകെ, അല്ല മനുഷ്യൻ്റെ കർമ്മശേഷിയിൽ ലോകമാകെ നടുങ്ങുന്ന സമയത്ത് നീലാകാശത്തുള്ള നക്ഷത്രത്തിൻ്റെ വിളറിയ മുഖമൊന്നും ഞാൻ കാണട്ടെ എന്നാണ് കവി പറയുന്നത്. അതിൽ പിന്നീട് നക്ഷത്രത്തോടാണ് പറയുന്നത്, നിന്റെ നാട്ടിലെ തുളസിക്കൊടി തോപ്പിൽ നിന്ന് നീ നുള്ളിക്കൂട്ടുന്ന പിഞ്ചു വെറ്റിലകളും ചൊവ്വയിലുണ്ടാകുന്ന ചുവന്ന അടക്കയും. എന്താണ്? നിന്റെ നാട്ടിലുള്ള തുളസിക്കൊടി തോപ്പിൽ നിന്ന് നീ നുള്ളിക്കൂട്ടുന്ന പിഞ്ചു വെറ്റിലകൾ അല്ലെ, ചൊവ്വയിലുണ്ടാകുന്ന ചുവന്ന അടക്ക, ആകാശത്തിലെ ചെങ്കനൽ ചൂളയിൽ നീറ്റിയെടുത്ത ചുണ്ണാമ്പ്. ആകാശത്തിലെ ചെങ്കനൽ ചൂള സൂര്യനിൽ നീറ്റിയെടുത്ത ചുണ്ണാമ്പ്, ചന്ദ്രനാകുന്ന വെള്ളിക്കിണ്ണത്തിൽ നീട്ടിക്കൊണ്ട് നീ നൃത്തം വയ്ക്കുമ്പോൾ ഞാനെന്നും അത് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ആകാശത്തുള്ള മറ്റ് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഒക്കെ എനിക്ക് വെള്ളിക്കിണ്ണത്തിൽ, അതായത് ചന്ദ്രനാകുന്ന വെള്ളിക്കിണ്ണത്തിൽ ചെങ്കനൽ ചൂളയിൽ നീറ്റിയെടുത്ത ചുണ്ണാമ്പും അപ്പം മുറുക്കാനുള്ള താമ്പൂലമായിട്ട് എന്ത് മാറുന്നു? ഈ ആകാശത്തുള്ള ഈ പറയുന്ന നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങളും മാറുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? അവിടെ ഈ മനുഷ്യൻ അതിനെ കീഴടക്കിയതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് തിരക്കിട്ട് പോകുന്ന പോക്കിൽ ചക്രവാളങ്ങളിലേക്ക് നീട്ടിത്തുപ്പാറുണ്ട്. എന്നിട്ട് ഞാൻ എന്താക്കും? എന്നിട്ട് നിങ്ങളിലേക്ക് ഞാൻ ഒതുങ്ങി നിൽക്കൂല, നിങ്ങളെ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ തന്നെ നിൽക്കൂല, ഞാൻ അതിനെയും മറികടന്ന് പോവുകയാണ്. അത് മറികടന്ന് പോകുന്ന പോക്കിൽ ചക്രവാളത്തിലേക്ക് ഞാൻ നീട്ടിത്തുപ്പാറുണ്ട്. ഞാൻ നിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ നല്ല നാളിനായി കാത്തിരുന്നോളൂ. ആരോടാണ് പറയുന്നത്? നീലാകാശത്തുള്ള നക്ഷത്രത്തോടാണ് പറയുന്നത്. ഞാൻ ഒരു നാൾ നിൻ്റെ അടുത്തേക്ക് എത്തും. ഞാൻ നിൻ്റെ അടുത്തെത്തുന്ന ആ ഒരു നല്ല നാളിനോട് നീ കാത്തിരുന്നോളൂ. വിശ്രമില്ലാതെ പായുകയാണ് എൻ്റെ ഈ കുതിര കാലം എന്നറിയാം. അപ്പോൾ ഇവിടെ കുതിര എന്ന് പറയുന്ന കാലമാണ്, വിശ്രമമില്ലാതെ പായുന്ന കാലമാണ്. ആ കാലത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന മനുഷ്യർ എന്താണ് ഈ പറയുന്ന അവരുടെ കർമ്മശേഷി കൊണ്ട്, ശക്തി കൊണ്ട് ലോകത്തെ കീഴടക്കും. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും നിൻ്റെ അടുത്തേക്ക് അവരെത്തും എന്ന ഒരു ചിന്തയാണ് ഇവിടെ ആര് മുന്നോട്ട് വെക്കുന്നത്? കവി മുന്നോട്ട് വെക്കുന്നത്. അത്ര ഒരു ആശയമാണ് കവി മുന്നോട്ട് വെക്കുന്നുള്ളത്. അപ്പോൾ നിൻ്റെ അടുത്തേക്ക് എത്തും, നിൻ്റെ നേരെ മുറുക്കി തൊപ്പിയിട്ട് വിശ്രമമില്ലാതെ പായുന്ന എൻ്റെ ഈ കുതിര, കാലമായ എൻ്റെ കുതിര സ്നേഹമാകുന്ന തീജ്വാലയാണ്. സ്നേഹമാകുന്ന തീജ്വാലയാണ്. അവിടെ ഈ പറഞ്ഞ ശാസ്ത്രവിദ്യയെക്കുറിച്ച് പറയുമ്പോഴും സ്നേഹം എന്നൊരു കാര്യത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സ്നേഹമാണ് അവിടെ എന്ത് പറയുന്നത്? തീജ്വാല എന്ന് കവി പറയുന്നുണ്ട്. അപ്പോൾ കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറിത്തുള്ളി ചാട്ടവാറ ഇളകുന്ന സമയത്ത് നടുങ്ങിപ്പോകുന്ന കുളമ്പടിയിൽ നിമിഷങ്ങൾ പായുമ്പോൾ ആകാശത്ത് വിളറിയ നക്ഷത്രങ്ങളുടെ മുഖം കാണുന്നുണ്ട്. അപ്പം ഞാൻ നിൻ്റെ അടുത്ത് ഉറപ്പായി എത്തുമെന്ന് കവി നക്ഷത്രങ്ങളോട് പറയുന്നുണ്ട്. ആ ഒരു നല്ല നാളിനായി നീ കാത്തിരിക്കുമെന്ന് പറയുകയാണ്.
അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ വിശ്വസിക്കുന്ന ഒരു കവിയാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ കഴിയുന്നത്. ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ കവി ഭയങ്കര സന്തോഷവാനാണ്. ലോകത്തെ കീഴടക്കാനുള്ള ഒരു ആവേശം കവിയുടെ വാക്കുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാലമാണ് വിശ്രമമില്ലാതെ പായുന്ന എൻ്റെ കുതിര എന്ന് പറയുന്നത്. സ്നേഹജ്വാലയാണ് എന്നിൽ കാണുന്ന ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ കാലം വിശ്രമമില്ലാതെ പായുന്ന കുതിര കാലമാണ്. അപ്പോൾ ആ കുതിര ഓടണമെങ്കിൽ ഇന്ധനം വേണം. ആ ഇന്ധനം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് അവിടെ ഇന്ധനമായിട്ട് പറയുന്നത്. അപ്പോൾ ആ സ്നേഹജ്വാലയാണ് എന്നിൽ ഊർജം പകരുന്നത്, അല്ലെങ്കിൽ എന്നിൽ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ പുരോഗതിയും പരസ്പര സ്നേഹവും കവി പരസ്പരം ചേർത്ത് വെക്കുന്ന വാക്കുകളായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പുരോഗതിയിൽ അഭിമാനിക്കുന്ന കവി തുടർന്ന് പ്രപഞ്ചത്തിലെ കേന്ദ്രമായിട്ട് മനുഷ്യനെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ പ്രകീർത്തിക്കുന്ന പിന്നെ കാണാൻ വേണ്ടി പറ്റും. പിന്നീട് വരികൾ അതാണ് പറയുന്നത്, മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ പ്രകീർത്തിക്കുന്ന വരികളാണ് പിന്നീട് വരുന്നുള്ളത്. അപ്പം മനുഷ്യനെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്ന കവിയെ പിന്നീടുള്ള വരികളിൽ കാണാം. പ്രപഞ്ചത്തെ കയ്യിൽ അമ്മാനമാടുന്ന അത്ഭുത സർഗാത്മക ശക്തിയെ കണ്ടിട്ടില്ലേ എന്നാണ് മനുഷ്യനെ കുറിച്ച് കവി ചോദിക്കുന്നത്. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ കവിക്ക് എന്താവുന്നു? 100 നാവ് കവിക്കുണ്ടാവുന്നു. പ്രപഞ്ചം മുഴുവൻ പണ്ടൊരു കാലം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വരികളിൽ പ്രപഞ്ചം മുഴുവൻ പണ്ടൊരു കാലം മുതലായിട്ടുള്ള വരികളിൽ അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ പണ്ട് പ്രളയത്തിൽ മുങ്ങിത്താണിരുന്നപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ആത്മാവിൽ നിന്നും ഊർജ്ജ കണികൾ എടുത്ത ജീവൻ്റെ ആദ്യ ചലനമായ അമീബയായി ഞാൻ വന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഭൂമിയിലെ ആദ്യത്തെ ജീവനാണ് ഞാൻ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ അല്ലേ, ഈ പ്രപഞ്ചം മുഴുവൻ പണ്ടെന്താ ഒരു പ്രളയത്തിൽ മുങ്ങിത്താണിരുന്ന സമയത്ത് അപ്പോൾ ശാസ്ത്രത്തെയാണ് ഇവിടെ പറയുന്നത്. പ്രപഞ്ചം മുഴുവൻ പ്രളയത്തിൽ മുങ്ങിത്താണു, അന്തരീക്ഷത്തിൻ്റെ ആത്മാവിൽ നിന്നും ഒരു ഊർജ്ജ കണിക എന്തായി ജീവൻ്റെ ആദ്യ ചലനമായിട്ട് ഒരു അമീബയായിട്ട് വെള്ളത്തിലുണ്ടായി. ആ അമീബയായി ഞാൻ വന്നു. പിന്നീടുള്ള യുഗങ്ങളിൽ ഞാൻ പരിണമിച്ച് ഈ പ്രപഞ്ചത്തെ തന്നെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന രൂപത്തിലേക്ക് ഞാൻ എത്തി. ആരാണ്? ഈ ഒരു ചെറിയ ഏകകോശ ജീവിയായ അമീബയിൽ നിന്നാണ് ഇന്നത്തെ ഈ കാണുന്ന മനുഷ്യനിലേക്ക്, ലോകത്തെ തന്നെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന മനുഷ്യനിലേക്ക് ഞാൻ എത്തിയെന്നാണ് കവി പറയുന്നത്. അപ്പം ഞാനാണ് അജയ്യനായ ആ മനുഷ്യൻ. ഞാനാണ് ഈ ലോകത്തെ ആരാണ് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആ മനുഷ്യൻ ഞാനിന്ന് ഈ പ്രപഞ്ചം മുഴുവനും കാൽ കീഴിലാക്കി രാവും പകലുമെന്നില്ലാതെ ചലിക്കുന്നുണ്ട്. മത്സ്യം, പന്നി, വരാഹം, നരസിംഹം എന്നിങ്ങനെ പല രൂപങ്ങളിൽ ഞാൻ അവതാരമെടുത്ത കഥ നീ കേട്ടിട്ടില്ലേ? ഇവിടെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം വിപ്ലവ കവിയാണെങ്കിൽ തന്നെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ഭാരതീയമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ഒരു സംസ്കാരത്തെ, അല്ലെങ്കിൽ ആർഷ സംസ്കൃതിയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, മത്സ്യമായിട്ടും അല്ലെ, പിന്നെ ദശാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. മത്സ്യമായിട്ടും പന്നിയായിട്ടും നരസിംഹം എന്നിങ്ങനെ പല പല രൂപങ്ങളിൽ ഞാൻ അവതാരമെടുത്ത കഥ നീ കേട്ടിട്ടില്ലെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ എന്നൊക്കെ എനിക്ക് പേരുണ്ട്. അപ്പോൾ ഈശ്വരൻ ഞാൻ തന്നെയാണ്. ആരാണ്? മനുഷ്യൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് ഈശ്വരൻ. അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നും. പണ്ട് ഞാൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുകൊണ്ട് അത് നിഷേധിച്ചതാണ്. അപ്പോൾ അവിടെ ശ്രീകൃഷ്ണനെയാണ് പറയുന്നത്. പണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാനത് നിഷേധിച്ചതാണ്. അപ്പോൾ എന്നിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ശ്രീകൃഷ്ണൻ അർജുനനോട് അല്ലേ, കുരുക്ഷേത്ര ഭൂമിയിൽ വില്ലാളി വീരനായ അർജുനൻ എന്ത് ചെയ്തു? പിന്നെ പറഞ്ഞു, നീ തേരാളിയായിട്ടുള്ള കൃഷ്ണനോട് പറഞ്ഞു, യുദ്ധകളത്തിലേക്ക് തേര് വിട്, നടുക്ക് കൊണ്ടുപോയി വെക്ക്, ആരാണ് എന്നെ എതിർക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് യുദ്ധകളത്തിലേക്ക് ചാടി പുറപ്പെട്ടു. യുദ്ധകളത്തിലെത്തുന്ന സമയത്ത് അവിടെ ആരൊക്കെയാണുള്ളത്? ദ്രോണരുണ്ട്, ഭീഷ്മ പിതാമഹനുണ്ട്, തൻ്റെ സഹോദരന്മാരുണ്ട്. ഇവരെല്ലാം കാണുന്ന സമയത്ത് ഇവൻ ആകെ അമ്പരന്ന് പോയി. കാരണം ഇവർക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഇവരെങ്ങനെയാണ് ഞാൻ ഇവരെ വധിക്കേണ്ടത്? അങ്ങനെ തളർന്നിരിക്കുന്ന സമയത്താണ് മായയിൽ മായ ജീവിതം താനല്ലയോ മായ, പണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ വില്ലാളി വീരനാം അർജുനനെ തന്നെ വലച്ചതുമായ എന്ന് പറയുന്ന പോലെ. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, ലോകത്ത് നിന്ന് എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് പറയുന്നത്. ഞാൻ ഈശ്വരനല്ല എന്ന് പിന്നെ കുരുക്ഷേത്ര ഭൂമിയിൽ അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് അർജുനന് എന്ത് പറഞ്ഞു കൊടുക്കുന്നത്? ധർമ്മം പറഞ്ഞു കൊടുക്കുന്നത് ഭഗവത്ഗീതയായിട്ട് മാറുന്നുള്ളത്. അപ്പം മനുഷ്യനെ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനുഷ്യനെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായിട്ട് സ്ഥാപിക്കുന്ന ഒരു കവിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രപഞ്ചത്തെ കയ്യിൽ അമ്മാനമാടുന്ന ഒരു അത്ഭുത സർഗാത്മക ശേഷിയെ കണ്ടിട്ടില്ലേ എന്നാണ് മനുഷ്യനെ കുറിച്ച് കവി ചോദിക്കുന്നുള്ളത്. അപ്പോൾ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ കവി അഭിമാനം കൊണ്ട് വാചാലനാവുന്നുണ്ട്. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ കവി അഭിമാനം കൊണ്ട് വാചാലനാവുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ അജയനായ മനുഷ്യൻ ചലിക്കുന്നു, എൻ്റെ സന്ദേശം ജയിക്കുന്നു എന്ന് കവി പറയുന്നത് ശ്രദ്ധേയമാണ്. ഞാൻ അജയനായ മനുഷ്യനാണ്,
ഞാൻ ചലിക്കുന്നുണ്ട്, എൻ്റെ സന്ദേശം വിജയിക്കുന്നുണ്ടെന്ന് കവി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും മനുഷ്യൻ്റെ ഈ പറയുന്ന ഒരു കർമ്മശേഷിയാണ് ഇവിടെ പറയുന്നുള്ളത്. അപ്പം മനുഷ്യൻ്റെ ബുദ്ധിശക്തിയിലും ശാസ്ത്ര പുരോഗതിയിലും വിശ്വസിക്കുന്ന ഒരു കവിയാണ് വയലാർ എന്ന് പറയുന്നത്. അദ്ദേഹം മനുഷ്യൻ്റെ ബുദ്ധിശക്തിയിലും ശാസ്ത്ര പുരോഗതിയിലും വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വിശ്വാസത്തിൻ്റെ പുറത്തെഴുതിയ കവിത കൂടിയാണ് എന്താണ് ഈ പറയുന്ന എനിക്ക് മരണമില്ല എന്ന് പറയുന്ന കവിത. ഇവിടെ ഞാൻ, എനിക്ക്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഇവിടെ ഈ മുഴുവൻ മനുഷ്യൻ്റെയും പ്രതീകമാണ് ഇവിടെ ഈ പറഞ്ഞ ഞാൻ, അല്ലെങ്കിൽ എനിക്കെന്ന് പറയുന്ന, എനിക്കിൽ വരുന്ന ഞാൻ എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യൻ്റെയും പ്രതിനിധിയാണ്. അത് കേവലം ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനല്ല. അത് ആ നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി, അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമി ജീവിച്ചിരുന്ന, മരണപ്പെട്ടു പോയ, ഇനി ജീവിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യൻ്റെയും പ്രതീകമാണ് ആ ഒരു മനുഷ്യനെന്ന് പറയുന്നത്. അപ്പം മനുഷ്യനെ വേണ്ടിയിട്ടൊരു വിജയഗാനം രചിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. ആഫ്രിക്കയിലായാലും ഏഷ്യയിലായാലും യൂറോപ്പിലായാലും എവിടെയായാലും മനുഷ്യാധ്വാനത്തിൻ്റെ ശാശ്വത വസന്തം വിടർന്നാലും എന്ന് കവി ആശംസിക്കുകയാണ്. മനുഷ്യാധ്വാനം എല്ലായിടത്തും വിജയിക്കുമെന്നാണ് കവി പറയുന്നത്. അപ്പം പിന്നീടുള്ള വരികളിൽ ഈ പറയുന്ന കാൽവരി കുന്നിൻ മുകളിൽ മെക്കയിൽ അണിഞ്ഞുകൊണ്ട് ഈ യുഗാന്തരങ്ങൾ മുതലായ വരികൾ എന്താണ് പറയുന്നത്? ക്രിസ്തുവായിട്ടും, അല്ലേ, ശ്രീകൃഷ്ണനായിട്ട് മാത്രമല്ല, ക്രിസ്തുവായിട്ടും നബിയായിട്ടും സംസ്കാരത്തിൽ സംസ്കാരത്തിൻ്റെ കാഹളം മുഴക്കിയിടുന്ന സ്ഥലത്തൊക്കെ ഞാൻ സംസാരിച്ചു. എല്ലായിടത്തും ഞാനെത്തി. ഈ സംസ്കാരം മുന്നോട്ട് ഉയർന്നു വരുന്ന എല്ലായിടത്തും ഞാനെത്തി. ഫ്രോയിസറിലും ഷേക്സ്പിയറിലും ഡാർവിൻ, മാർക്സ് തുടങ്ങിയ പലരും കൂടി ഞാൻ സഞ്ചരിച്ചു. അല്ല, എല്ലാവരിലും ഞാനെത്തി, എല്ലാവരിലും സഞ്ചരിച്ചു, ഞാൻ സംസാരിച്ചു. എല്ലാവരും, അതായത് ഈ പറയുന്ന ഡാർവിൻ പരിണാമ സിദ്ധാന്തം ഉണ്ടാക്കിയ, ഷേക്സ്പിയർ വിശ്വവിഖ്യാതമായ എഴുത്തുകാരൻ, മാർക്സ്, അല്ലേ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസത്തിൻ്റെ വക്താവ്, ഫ്രോയിസർ, എല്ലാവരിലും ഞാനെത്തി. അപ്പം മനുഷ്യനെ അജയ്യതയിൽ നിന്നും ഞാൻ ഈ പ്രപഞ്ചത്തെ, അപ്പോൾ പലതരം മനുഷ്യന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പലതരം മനുഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ബാസുര സങ്കല്പങ്ങൾ എപ്രകാരമാണെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം, അല്ലേ, ഒരു മനുഷ്യൻ മാത്രമല്ല, പല രൂപത്തിൽ ഞാൻ മനുഷ്യരിലേക്ക് എത്തി. ഈ പറയുന്ന ഈ ഒരു കർമ്മശേഷി എത്തി, അല്ലെ. പലയിടത്ത് സംസ്കാരത്തിൻ്റെ കാഹളം മുഴക്കി ഞാൻ രാഷ്ട്രീയം പറഞ്ഞു, അല്ലെ, ഞാൻ ജനതയുടെ ദുഃഖങ്ങൾ പറഞ്ഞു, ഞാൻ ചരിത്രം പറഞ്ഞു, ഞാൻ എല്ലാം എന്താണ് പരിണാമ സിദ്ധാന്തത്തിലും ഞാൻ കൈകടത്തി. അപ്പോൾ എല്ലാ മേഖലകളിലും മനുഷ്യനെ അതിജീവിക്കുന്നതിനെ കുറിച്ചിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ബാസുര സങ്കല്പങ്ങൾ എപ്രകാരമാണെന്ന് ഞാൻ പറഞ്ഞെന്ന് കവി പറയുന്നു. ഈ ഞാനെന്ന് പറയുന്നത് നമ്മളെല്ലാവരും അടങ്ങുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ ഇന്നേ വരെ ഈ ഭൂമിയിലുണ്ടായ സംസ്കാരങ്ങൾ മാത്രമല്ല, ഇനി ഉണ്ടാവുന്ന സംസ്കാരവും എന്നിലുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഓരോ നാൾ കഴിയുന്തോറും പുതിയ പുതിയ സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടായ സംസ്കാരങ്ങളല്ല, ഇനി ഉണ്ടാവാൻ പോകുന്ന സംസ്കാരവും എന്നിലുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഓരോ പ്രവൃത്തി മേഖലകളിലും ജീവിതത്തിൻ്റെ നോവുകൾ എൻ്റെ ആത്മാവിൽ വേദനിക്കുന്നെന്ന് കവി പറയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ പ്രയത്നം വിജയഗാഥ മുഴക്കുന്നിടത്താണ് എൻ്റെ ചുണ്ടുകൾ ഗാനം ആലപിക്കുന്നതെന്ന് കവി പറയുന്നു. ഏഷ്യ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ആഫ്രിക്ക ആയിട്ട്, അങ്ങനെ ഏത് ഭൂഖണ്ഡത്തിലായാലും അധ്വാനത്തിൻ്റെ വസന്തങ്ങൾ എവിടെ വിടർന്നാലും, അവിടെ അധ്വാനിക്കുന്ന മനുഷ്യൻ എവിടെ ഉണ്ടായിക്കഴിഞ്ഞാലും എൻ്റെ ചേതനയിൽ വാടാമല്ലിപ്പൂക്കൾ വിരിയുന്നെന്നും എനിക്ക് മരണമില്ല, ഒരു തുറങ്കിലിട്ടെന്നെ അടയ്ക്കാനാവില്ല എന്ന് കവി പറയുന്നുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ഇപ്പം എന്നൊക്കെ വധിക്കാനാവില്ല, അതായത് മനുഷ്യന് മരണമില്ല എന്നാണ് പറയുന്നത്. കേവലം ഒരു ശരീരത്തെ കൊല്ലാൻ പറ്റും, പക്ഷെ ഒരു മനുഷ്യന് മരണമില്ല എന്നാണ് ഇവിടെ നിന്ന്. എന്നെ നിങ്ങൾക്ക് ഒരു തുറങ്കിലിട്ട് എന്നെ നിങ്ങൾക്ക് അടക്കാനാവില്ല, എനിക്ക് മരണമില്ല എന്ന് അദ്ദേഹം കവി പറയുന്നു. അപ്പോൾ പാറുന്ന കൊടിയിൽ അധ്വാനത്തിൻ്റെ മുദ്രയായും കണ്ണുകളിൽ പൂത്തുവിടരുന്ന സ്വപ്നമായിട്ടും കരളുകളിൽ സംഗീതമായിട്ടും ഞാൻ സഞ്ചരിക്കുകയാണ് എന്താണ് കവി പറയുന്നത്. പിന്നെ പാറുന്ന കൊടിയിൽ അധ്വാനത്തിൻ്റെ മുദ്രയായിട്ട്, അതായത് തൊഴിലാളികളെ പാറുന്ന കൊടിയിൽ അധ്വാനത്തിൻ്റെ മുദ്രയായിട്ട്, കണ്ണുകളിൽ പൂത്തുവിടരുന്ന സ്വപ്നമായിട്ട്, നമ്മളെ നിരന്തരം ചലിക്കാൻ സഹായിക്കുന്ന സ്വപ്നങ്ങളായിട്ട്, കരളുകളിൽ സംഗീതമായിട്ട് ഞാൻ സഞ്ചരിക്കുകയാണ്. അപ്പോൾ സയൻസിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഞാൻ യുഗയുഗാന്തരങ്ങളോട് സഞ്ചരിക്കുന്നതാണ്. അവിടെ വീണ്ടും ശാസ്ത്രത്തിലേക്ക് കവി എത്തുന്നു. അവിടെ കവി പറയുന്നതാണ് സയൻസിൻ്റെ ഈ പറയുന്ന സംഗീതമായിട്ട് ഞാൻ സഞ്ചരിക്കുകയാണെന്നാണ് കവി പറയുന്നത്. പിന്നീട് കവി പറയുന്നു മനുഷ്യൻ സൗന്ദര്യത്തെ, സത്യത്തെ എങ്ങനെയാണ് കാണുന്നത്, അതെങ്ങനെയാണ് സനാതനവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നത്. സനാതനം എന്ന പദത്തിനർത്ഥം എന്നും നിലനിൽക്കുന്നതെന്നാണ്. അതൊരു മതത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നല്ല, എന്നും നിലനിൽക്കുന്ന ഒന്ന് എന്നാണ് സനാതനം എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ സംസ്കാരം, ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ഒന്നാണ് എന്ന രീതിയിലേക്കാണ് ഇവിടെ അദ്ദേഹം പ്രയോഗിക്കുന്നുള്ളത്.
അപ്പോൾ സമൂഹത്തെയും സംസ്കാരത്തെയും സൗന്ദര്യത്തെയും ഉണർത്തി ജീവിപ്പിക്കുന്ന ഒരു സമൂഹ മനുഷ്യനാണ് ഞാനെന്നും ഞാൻ കണ്ണടക്കുമ്പോൾ രാത്രിയും കണ്ണ് തുറക്കുമ്പോൾ പകലും ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സമൂഹത്തെയും സൗന്ദര്യത്തെയും അല്ലെങ്കിൽ സമൂഹത്തെയും സംസ്കാരത്തെയും സൗന്ദര്യത്തെയും ഒക്കെ ഉണർത്തി ജീവിക്കുന്ന ഒരു സമൂഹത്തിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ കണ്ണടക്കുമ്പോഴെന്താവുന്നു, രാത്രിയാവുന്നു, കണ്ണ് തുറക്കുമ്പോൾ പകലുണ്ടാവുന്നു. അപ്പോൾ ഇത് നിരന്തരമല്ലേ, നമ്മൾ കണ്ണടക്കും തുറക്കും. അപ്പോൾ ഇതുപോലെ തന്നെ രാത്രിയും പകലും നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇടതടവില്ലാതെ രാത്രി പോവും, രാത്രി കഴിഞ്ഞാൽ പകൽ വരും, പകൽ വന്നാൽ വീണ്ടും രാത്രി വരും, അങ്ങനെ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ചക്രവാളത്തിൻ്റെ മതിൽക്കെട്ടിൽ മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭ്രമണം നിയന്ത്രിക്കാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ചക്രവാളമാകുന്ന അല്ലെങ്കിൽ ചക്രവാളത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ മുകളിൽ ഞാൻ എന്താക്കും, കയ്യും കുത്തിരി നിൽക്കും. എന്തിനാണ്? അപ്പോൾ ചക്രവാളത്തെയും മറികടക്കുന്ന മനുഷ്യനെ കുറിച്ചാണ്. മതിൽക്കെട്ട് കയ്യും കുത്തി നിൽക്കുന്നതിനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭ്രമണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൂര്യനെയും മറികടന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കാണ്ട് ഞാൻ ചക്രവാളത്തിൻ്റെ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗോളങ്ങളെ എടുത്ത് ഞാൻ അമ്മാനമാടുമ്പോൾ, മിന്നലുകൾ തെളിഞ്ഞും കെടുത്തിയും രസിക്കുമ്പോൾ, മേഘങ്ങൾ നിറഞ്ഞ നീലാകാശ മണ്ഡലങ്ങളിൽ താരകയെ നിന്നെ കൊണ്ട് ഞാൻ നൃത്തം ചെയ്യിക്കും. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? നക്ഷത്രത്തോടാണ് പറയുന്നത്. എന്താണ് ഞാൻ ഈ പറയുന്ന ചക്രവാളത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ മുകളിൽ കയ്യും കുത്തി നിന്നിട്ട് ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭ്രമണം ഏറ്റെടുക്കും. എന്നിട്ട് ഞാൻ എന്താക്കും, ഗോളങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന ഗ്രഹങ്ങളെടുത്ത് ഞാൻ അമ്മാനമാടും, അങ്ങോട്ടും കൊണ്ട് എറിഞ്ഞു വിളിക്കും. മിന്നലുകൾ തെളിച്ചും കെടുത്തിയും രസിക്കും. മേഘങ്ങൾ നിറഞ്ഞ നീലാകാശ മണ്ഡലങ്ങളിൽ മിന്നലുകളെ കൊണ്ട് ഞാൻ എന്താക്കും, ഇടയ്ക്ക് അതിനൊക്കെ എടുത്തും, പിന്നെ വീണ്ടും കത്തിക്കും, വീണ്ടും കെടുത്തും, വീണ്ടും കത്തിക്കും. അപ്പോൾ അതിനപ്പുറം ഞാൻ നിന്നെന്ത് ചെയ്യും, നീലാകാശ മണ്ഡലങ്ങളിൽ നക്ഷത്രമേ നിന്നെ കൊണ്ട് ഞാൻ നൃത്തം ചെയ്യിക്കും. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളെയും മേഘത്തെയും സൗരയൂഥത്തെയും ഈ ചക്രവാളത്തെ മുഴുവനും കീഴടക്കുന്ന, എല്ലാത്തിനെയും കീഴടക്കുന്ന മനുഷ്യൻ്റെ കർമ്മശേഷിയാണ് ഇവിടെ പറഞ്ഞത്. മനുഷ്യൻ എല്ലാത്തിനെയും കീഴടക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ കവി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ലളിത കോമളമായിട്ടുള്ള പദാവലിയും സംഗീതവും വയലാറിൻ്റെ കവിതകൾക്ക് ഒരു ജനകീയത നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രമേയത്തിന് അനുസൃതമായ ഒരു ശൈലിയുള്ള കവി കൂടിയായിരുന്നു വയലാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലത്തെ അതിജീവിക്കുന്ന കവിതകളും ചലച്ചിത്ര ഗാനങ്ങളും രചിക്കുവാനും തനിക്ക് പറയാനുള്ളത് ലോകത്തോട് വിളിച്ചു പറയാനും കവിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കർമ്മശേഷിയുടെ ഉദാത്ത ഫലമാണ് എനിക്ക് മരണമില്ല എന്ന കവിത. അപ്പോൾ ഈ പറഞ്ഞതിന് ശേഷം വീണ്ടും കവി പറയുകയാണ്, കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ എൻ്റെ ചാട്ടവാറടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഈ പ്രപഞ്ചം ഒന്നടക്കം ഭയപ്പെടുകയാണ്. എന്തിനാണ്? പ്രപഞ്ചം പോലും ഭയപ്പെടുകയാണ്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും അടക്കം ഭയപ്പെടുകയാണ്. എന്താണ്? അതിനെയും നമ്മൾ മറികടന്നു, അതിനപ്പുറമുള്ള ഇടത്തേക്ക് നമ്മൾ എത്തുന്നു. കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും മനുഷ്യനുണ്ടാകുന്ന അവൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. പണ്ട് ഒരു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ അമീബയായിട്ടുണ്ടായതാണ് ഈ വളർന്നിട്ട് മനുഷ്യനായത്. ആ മനുഷ്യൻ ഇന്നെന്താവുന്നു? ഇന്ന് ആ ലോകത്തെ മുഴുവനും, ഭൂമിയെ മാത്രമല്ല അന്യഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെയും സൗരയൂഥത്തെയും ആകെപ്പാടെ തൻ്റെ കൈകളിൽ അമ്മാനമാടുന്നു. അപ്പോൾ പ്രപഞ്ചം ഭയപ്പെടുകയാണ്. എൻ്റെ ചാട്ടവാറയുടെ ശബ്ദം കേൾക്കുമ്പോൾ പ്രപഞ്ചം ഭയപ്പെടുകയാണെന്നാണ് പറയുന്നത്. കാലമാണ് വിശ്രമമില്ലാതെ പായുന്ന എൻ്റെ കുതിരയെന്നും സ്നേഹമാണ് എന്നിൽ കാണുന്ന ചൈതന്യമെന്നും പ്രപഞ്ചത്തിൻ്റെ അധിപനായി മാറുന്ന ഈ ഒരു മനുഷ്യൻ്റെ സ്വരമാണ് ഈ പറയുന്ന കവിതയിൽ നമുക്ക് കേൾക്കുന്നുള്ളത്. എനിക്ക് മരണമില്ല എന്ന് പറയുന്ന കവിതയിൽ കേൾക്കുന്നത്. അപ്പോൾ ചാട്ടവാറയുടെ ഒച്ചയിൽ പ്രപഞ്ചത്തെ ഒന്നടക്കം ഭയപ്പെടുത്തുകയും ആകാശഗോളത്തെ അമ്മാനമാടുകയും ചെയ്യുമെന്ന് പറയുന്ന കവിത അവസാനിക്കുന്നത് സ്നേഹമാണ് തന്നിലെ ചൈതന്യം എന്ന് പ്രവചിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്നേഹമാണ് എന്നും നിലനിൽക്കുന്ന സ്നേഹമാണ്, നന്മയാർന്ന ഭാവനകളാണ് പിന്നെ എപ്പോഴും എന്നിലുണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ കീഴടക്കാനുള്ള ഒരു വ്യഗ്രത കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തന്നെ അധികാരത്തിൻ്റെയും സ്നേഹത്തെക്കുറിച്ചും കവി വാചാലനാവുന്നുണ്ട്. അപ്പോൾ രണ്ടും മിക്സായിട്ട് ഉള്ളൊരു മനോഭാവമാണ്. പ്രപഞ്ചത്തെ കീഴടങ്ങുന്നതോടൊപ്പം തന്നെ ആ പ്രപഞ്ചത്തെ എങ്ങനെയാണ് കീഴടക്കുന്നത്? സ്നേഹത്തോട് കൂടിയിട്ടാണ്, അല്ലേ? നശിപ്പിച്ചുകൊണ്ടല്ല, പ്രപഞ്ചത്തെ സ്നേഹിച്ചുകൊണ്ടാണ് കീഴടക്കുന്നുള്ളത്. അധികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിരുദ്ധ മുഖങ്ങളെ കവി ചേർത്ത് നിർത്തുമ്പോൾ ആശയം പരസ്പരം വിരുദ്ധമാകുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതി ദർശനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടും പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും വായിക്കുമ്പോഴാണ് ഈ കവിത പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്,
അല്ല, ഈ ഒരു കവിത നമ്മളൊരു പാരിസ്ഥിതിക ദർശനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരാധുനിക കവിതയുടെ ആശയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വായിക്കുമ്പോൾ ഈ കവിത പ്രശ്നവൽക്കരിക്കപ്പെടുന്നുണ്ട്. അല്ല, ഈ പ്രപഞ്ചത്തെ കയ്യിൽ അമ്മാനമാടിക്കൊണ്ടൊരു അത്ഭുത സർഗശക്തിയെ കണ്ടിട്ടില്ലേ, ഞാനാണ് അജയനാ മനുഷ്യൻ ചലിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനാ നിശം എൻ്റെ സന്ദേശം ജയിക്കുന്നു എന്നുള്ള കവിയുടെ വരികൾ അതിന് തെളിവാണ്. അപ്പോൾ മാനവ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മാനവ സങ്കല്പത്തിൻ്റെ പൂർണ്ണ രൂപം ഈ വരികളിലൊക്കെ ഈ കവിതയിൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് കാണാൻ പറ്റും. എന്താണ്? എന്നിൽ നിന്ന് അതീതമായി വ്യതിരിക്തമായി മണ്ണിൽ ഒന്നും ഉണ്ടായിട്ടില്ലെന്നു ഞാൻ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്നിൽ നിന്ന് അതീതമായിട്ട്, എന്നിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഭൂമിയിൽ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ അന്ന് പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഈ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. കുരുക്ഷേത്ര ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ എനിക്കപ്പുറമുള്ള ഒന്നുമില്ല, ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ തന്നെയാണ്, എന്നിൽ അതീതമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ എന്നിൽ വ്യത്യസ്തമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലെന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനനോടാണ് ആര് പറയുന്നത്? ശ്രീകൃഷ്ണൻ പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം കവി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആകാശത്തുള്ള ഗോളങ്ങളെ, നക്ഷത്രങ്ങളെ വരുതിക്ക് നിർത്തുവാൻ തക്ക ശക്തി മനുഷ്യനുണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു വിശ്വാസം കവി രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ സൗന്ദര്യത്തെ, സത്യത്തെ, നീലാകാശ മേഖലകളിൽ നാളെ താരക നിന്നെ കൊണ്ട്, അപ്പം നക്ഷത്രത്തോട് പറയാണ്, നിന്നെ ഞാൻ ആകാശഗോളങ്ങളെ പോലും വരുതിൽ നിർത്താൻ തക്ക ശക്തി മനുഷ്യനുണ്ടെന്ന് പറയുന്നത് ഞാൻ നാളെ എന്ത് ചെയ്യും? ഞാൻ ഈ പറയുന്ന ചക്രവാളത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുകയും ഗോളങ്ങളെ ഞാൻ കയ്യിലെടുത്ത് അമ്മാനമാടുകയും നീല നിറമുള്ള താരകയെ, നക്ഷത്രമേ, നിന്നെ കൊണ്ട് ഞാൻ നൃത്തം ചെയ്യിപ്പിക്കുമെന്ന് കവി പറയുന്നുണ്ട്. അപ്പോൾ അജയമാണ് മനുഷ്യശക്തി എന്ന് കവിതയിൽ അധികം ഘോഷിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ശക്തി അജയമാണ്, ആർക്കും മറികടക്കാൻ പറ്റാത്ത ഒന്നാണ് മനുഷ്യൻ്റെ ശക്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലേ? തലച്ചോറും അല്ലെങ്കിൽ മസ്തിഷ്കവും കൈകളും നാവും മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യാസമാക്കുന്നുണ്ട്. കാരണം നമ്മൾ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുന്നു, നമ്മൾ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, നാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു, പരസ്പര ആശയവിനിമയം നടത്തുന്നു, ഭാഷ ഉപയോഗിക്കുന്നു. ഇതൊക്കെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. അപ്പോൾ മനനം, ചിന്തിക്കുന്നത്, വചസ്, വാക്ക് അല്ലെങ്കിൽ ആശയം പുറത്തു വിടുന്നത്, കർമ്മം, പ്രവൃത്തി, ഇത് മൂന്നും ചേരുമ്പോഴാണ് മനുഷ്യൻ എന്ന മഹത്വമായി മാറുന്നത്. അപ്പോൾ എനിക്ക് മരണമില്ല എന്ന കവിതയിലൂടെ ഈ ഒരു ത്രികരണ സത്യയാണ് ഞാൻ എന്ന കവി എടുത്തു പറയുന്നത്. അപ്പോൾ സൗന്ദര്യം, സത്യം, സംസ്കാരം എന്നിവ ചേർന്ന ഒരു സമൂഹ മനുഷ്യനാണ് പുതിയ ദൈവമെന്ന് കവി പാടുന്നുണ്ട്. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ ശബ്ദമായിട്ട് പാടുന്ന വയലാർ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രകൃതി വീക്ഷണത്തിലെ ഉപരിപ്ലവതയും വൈരുദ്ധ്യവും, അതിനകത്ത് വൈരുദ്ധ്യം കൂടിയുണ്ട്. ആ ഒരു വൈരുദ്ധ്യത്തെ കൂടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രപഞ്ചത്തെ കീഴടക്കാനുള്ള, പ്രപഞ്ചത്തെ ആധാരത്തിലാണ് നമ്മൾ കീഴടക്കേണ്ടെന്നൊരു ചോദ്യമൊക്കെ അതിനകത്ത് വരും. അപ്പോൾ ആ ഒരു വ്യഗ്രത കൂടി ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വേണം ഈ പാഠം വായിക്കേണ്ടത്. അപ്പോൾ വയലാറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കണം. ഇതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയൊരു കൃതിയുണ്ട്. വയലാർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയ ഒരു വിലാപകാവ്യമാണ് എന്താണ് ഈ പറയുന്ന ആത്മാവിൽ ഒരു ചിത എന്ന് പറയുന്നത്. അത്തരം കൃതികൾ ഓർത്തു വെക്കുക. അല്ലെങ്കിൽ മാടവനപ്പറമ്പിലെ ചിത, ആ ഒരു കൃതി ഓർത്തു വെക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. കേസരിയെ ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിൽ വേദനിച്ച് വയലാർ എഴുതിയ കവിതയാണ് മാടവനപ്പറമ്പിലെ ചിത എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് കൃതികൾ ഓർത്തു വെക്കുക, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ കൊന്തയും പൂണൂലും ആരുടെ കവിതയാണ്, അതുപോലെ തന്നെ എൻ്റെ മാറ്റൊലി കവിതകൾ ആരുടെ കവിതയാണ്. ഇതിനകത്തുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നോക്കുക. പരീക്ഷയ്ക്ക് അത്തരം ചോദ്യങ്ങളിൽ നിന്ന് ചോദിക്കാം. അതിൽ പറഞ്ഞ പോലെ മാടവനപ്പറമ്പിലെ ചിതയും അതേപോലെ തന്നെ ആത്മാവിലൊരു ചിത എന്ന് പറയുന്ന രണ്ട് കൃതികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ ഈ പാഠഭാഗം മുഴുവൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഈ കവിത ഒന്ന് നോക്കുക. ഓക്കെ.